അനീഷ് ഒരു നല്ല മത്സരാർത്ഥിയാണോ? ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. തുടക്കം തന്നെ അനു വന്നപ്പോൾ അനുവിനോടാണ് ആദ്യം ഒന്ന് ചൊറിഞ്ഞത്. സ്റ്റാർ മാജിക്കിലുള്ള അനു ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം നേരിട്ട് കാണുമ്പോൾ അത്ര സൗന്ദര്യം തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചൊറിച്ചിൽ. ആ ചൊറിച്ചിൽ ഇപ്പോഴും അനീഷ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു മത്സരാർത്ഥികളെ കയറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം അനീഷിലുണ്ട്. എന്നാലും നല്ല ഒരു മത്സരാർത്ഥിയാണ്. കാരണം ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ ചൊറിയുന്ന ഒരാളും വേണം. എന്നാലും ഷോ വളരെ നല്ല രീതിയിൽ പോകും. പക്ഷേ അത് പ്രേക്ഷകർക്കിടയിൽ ചില ആൾക്ക് അനീഷിനോടുള്ള ഇഷ്ടം അങ്ങ് പോകും. നെഗറ്റീവ് ഇമേജ് വരും. അത് അനീഷ് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും അനീഷ് ഒരു ഓളം തന്നെയാണ്. ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവമാണ് നമ്മൾ പറയുന്നത്. അനീഷ് രേണു സുധിയെ പോയി ചൊറിഞ്ഞൊരു സംഭവം. അതിങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം രേണുവും അനീഷും തമ്മിലുണ്ടായ ഒരു തർക്കം. രേണു ഉറങ്ങിയെന്നാണ് പറഞ്ഞത് അനീഷ്. അങ്ങനെ പറഞ്ഞാണ് അനീഷ് എത്തിയത്. എന്നാൽ താൻ ഉറങ്ങിയില്ലെന്ന് രേണുവും പറയുന്നുണ്ട്. രേണു സുധിയെ തനിക്ക് പേടിയാണോ? രേണുവിനോട് സംസാരിച്ച് നിൽക്കാൻ അനീഷിന് പറ്റില്ല. രേണു ഫയറാണ്, നീ കൂട്ടിയാൽ കൂടില്ല എന്നായിരുന്നു ഇത് കണ്ട ഷാനവാസ് അന്ന് പറഞ്ഞത്. രേണുവിനെ മോളേന്ന് വിളിച്ചും പേരിലെ സുധി ആരാണെന്ന് ചോദിച്ചും അനീഷ് ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു വല്ലാതെ. രേണു മോളല്ല, യു കോൾ മീ രേണു സുധി എന്ന് പറയുന്നു. ആരാണ് സുധി എന്ന് അനീഷ് ചോദിക്കുന്നു. അത് വേണ്ട, ആ രീതിയിലുള്ള സംസാരം വേണ്ട എന്ന് രേണു സുധി പറയുന്നു. മരിച്ചുപോയ ഒരാളെ എന്തിനാണ് വിളിക്കണേ എന്ന് അനീഷിനോട് രേണു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി തനിക്കറിയില്ലെന്നും ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ അറിയില്ലെന്നും അനീഷ് പറയുന്നുണ്ട്. അനീഷ് എപ്പോഴും അങ്ങനെയാണ്, എനിക്ക് മറ്റുള്ളവരെ അറിയില്ല, മറ്റൊരാളെ അറിയില്ല, എന്നാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. രേണു സുധി തക്ക മറുപടി അവിടെ കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും രേണു സുധി പറയുന്നില്ല.